എന്താ കാണിക്കണത്? എല്ലാരും പോയി, വേഗം വാ. എന്താ നോളൻ തന്നെ. അതിപ്പോ എത്ര വർഷം കഴിഞ്ഞാൽ കിലിയൻ മർഫിയൊക്കെ എന്റെ മോൻ എന്താ അഭിനയം. ആടാ, പുള്ളി സീനായിരുന്നു. ആ ഞാനവിടെ വെയിറ്റ് ചെയ്യാം, നീ വണ്ടി എടുത്തിട്ട് വന്നേട്ടാ. അറിയാം, അവൾക്ക് എന്നെ കാണാൻ തോന്നുന്നു പറയും. നമുക്കൊണ്ട് വീട്ടിലോട്ട് പോയാലോ ഇപ്പൊ? ഈ നേരത്താ? അവൾക്ക് തന്തിയും തള്ളിയൊന്നുമില്ലേ? എടാ അങ്ങനെയല്ലടാ, ഇപ്പൊ കണ്ടിട്ട് കുറയില്ല, ഒന്ന് പോയിട്ട് വരാം. സീനൊന്നുമില്ലല്ലോ, അവസാനം ഒറ്റയ്ക്കാക്കൂ നീ. എടാ അതൊന്നും ഉണ്ടാവില്ല, നമുക്ക് പോയിട്ട് വരാം. ആ ശരി, പോവാ. എന്താ അവളുടെ വീടെത്തിയാ? ആ എത്തിയതാ വീട്, പക്ഷെ നമുക്ക് ഇറങ്ങിത്തള്ള, ഇല്ലെങ്കിൽ കോളനിക്കാർ എണീക്കും. ആരെങ്കിലും ഉണ്ടാവും ഇവിടെ? എടാ ഈ സമയത്ത് ആരുണ്ടാവാനാ, അതുകൊണ്ടല്ലേ അവൾ ഇപ്പൊ വിളിച്ചേ. ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്ത് ധൈര്യമായിട്ട് പോവാ. വണ്ടി അങ്ങോട്ട് ചേർത്തിട്ടോ. ആ ഇതാണ് അവളുടെ വീട്. ആ, അവളുടെ തന്തപ്പടി മറ്റേ എണീക്കുവോ? ഇല്ല, അങ്ങേരൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും. ശരി, എന്നാ വിളി. ആ ഞാൻ വാട്സപ്പ് ചെയ്യാം. വണ്ടി എടുക്കും, വണ്ടി എടുക്കും. ആ നായിന്റെ മോൻ കാരണം ഇപ്പൊ പെട്ടാനെ. ആടാളിയാ, എനിക്കും അറിയില്ലായിരുന്നു അവിടെ നായുള്ളത്. ഞാൻ എന്തായാലും അവിടെ എന്തായാലും നോക്കട്ടെ ഏട്ടാ. ആ വിഷ്ണു അമ്മാനി സ്പോട്ടിലെത്തിണ്ട്. വാ കേറ്. പോവാ. ആ എവിടെയായിരുന്നു ഇത്ര നേരം? ഒന്നും പറയണ്ട, അവന്റെ ആളെ കാണാൻ പോയതാണ്. ഓ, എന്നിട്ടോ? എന്നിട്ട് എന്ത്, ആ തൊട്ടടുത്ത നായിന്റെ മേൻ കിടന്ന് കൊരയ്ക്കാൻ തുടങ്ങി. നാട്ടുകാരൊക്കെ എണീറ്റ് എങ്ങനെയോ നിങ്ങൾ സിനിമയ്ക്ക് പോയില്ലേ? അതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ കാണാൻ പോയത്. പക്ഷെ സിനിമ എന്തായാലും അടിപൊളിയായിരുന്നു, നിങ്ങൾ ശരിക്കും മിസ് ചെയ്തു. ഓ, അടിപൊളി സിനിമയാ. വരണം എന്നുണ്ടായിരുന്നടാ, ഇംഗ്ലീഷോടെ അല്ലേ, കണ്ടാ ഒന്നും മനസ്സിലാവില്ല. ഇതിന് ഇംഗ്ലീഷ് അറിയണമെന്നില്ല, ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ദിസ് ഇസ് എ ക്രിസ്റ്റഫർ നോളൻ മൂവി, സോ ഡോണ്ട് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ജസ്റ്റ് ഫീൽ ഇറ്റ്. ഞാൻ പോണോട്ടാ. ഇപ്പൊ തന്നെ എന്തിനാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയ പോരെ? എടാ ഇപ്പളേ വൈകി, വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മൻ്റെ വായിന്ന് ഞാൻ തന്നെ കേൾക്കണം. ഓ നിനക്കൊക്കെ തോന്നിയ പോലെ കയറിയ പോരെ.
എന്ത് മയിലാടാ കാണിക്കണേ? സോറി ബ്രോ, വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല. എന്താടാ വണ്ടി വീണ? ആടാ മയിര വണ്ടി കൊണ്ട് നിടിച്ച്. കണ്ണെവിടെയാ മയിരെ? പെട്ടെന്ന് എടുത്തപ്പോൾ കണ്ടില്ല ബ്രോ. എന്താ അബി സീന്? വണ്ടി എടുക്കുമ്പോൾ തട്ടിയാടാ. അപ്പൊ നീ എവിടെ നോക്കിയിട്ടാണ് വണ്ടി എടുത്ത്? കോൾ വന്നപ്പോൾ കണ്ടില്ലടാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കമ്പി പൊട്ടിയിട്ടുണ്ട്, അത് മാറ്റി തന്നിട്ട് പോയാൽ മതി. ഏത് ഈ കമ്പി? അത് ഓൾറെഡി പൊട്ടിയിട്ടുണ്ടല്ലോ, കെട്ടി വെച്ചിരിക്കുന്നുണ്ടല്ലേ? അത് ആ ഭാഗല്ലേ പൊട്ടിക്കണ്, ഇതിപ്പോ പൊട്ടിയതാണ്. എന്താ ബ്രോ, ഇത് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ എന്താ പ്രശ്നം? എന്ത് കുഴപ്പമില്ലാന്ന് എല്ലാം നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയാ. ഇതും മാറ്റി തന്ന് വേറെ വല്ല പണിയുണ്ടെങ്കിൽ നീ അതും ചെയ്തുകൊണ്ട് പോയാൽ മതി. എന്ത് ശരിയാക്കി തരണം എന്നാ പറയുന്നത്? വണ്ടിക്ക് ഒരു കുഴപ്പമില്ല, ഇത് പൊട്ടിയിട്ടില്ല. വെറുതെ അവിടെ കിടന്ന് ഷോ ഇറക്കാൻ നിൽക്കണ്ട. ഇറക്കിയ നീ എന്ത് ചെയ്യും? നീ ഇറക്കടാ മയിരെ. എടാ നീ മിണ്ടാണ്ടിരിക്കും. ബ്രോ പ്രശ്നമൊന്നും നോക്കാം. മാറുന്ന തീരോട്. സിദ്ധു എനിക്ക് രാത്രി മുഴുവൻ കണ്ണി കണ്ട സിനിമയും കണ്ട് കിടന്നിട്ട് ഉച്ചയാകുമ്പോ എനിക്കും പോത്തുപോലെ. പെട്ടത് എനിക്ക് റെഡിയാവ്. ഇന്നല്ലേ ചെക്കപ്പിന് പോണ്ടത്. മതി കിടന്നത് എനിക്ക്. ഹലോ. ഹലോ, നീ വിളിച്ചിരുന്നോടാ? ആ, കൈതട്ടി വന്നാടാ. ഞാനേ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാട്ടാ. ആരുടെ ഫോണില്? അതാ സിദ്ധു അടാ. ഏത് സിദ്ധു? അതാ വയ്യാത്തവനാടാ, പണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ, അവനാ. അതെ, ചെക്കപ്പിന് പോകാനുള്ള പൈസ തരുമോ? എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നുമില്ല. പണീൻ്റെ ശമ്പളം തന്നെ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പാണ്. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഇന്ന് തന്നെ ചെക്കപ്പിന് പോയിട്ട് അവൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവാനൊന്നും പോണില്ലല്ലോ. പിന്നെ ഒരു ദിവസം പോവാം. ബസ്സിന് സമയമായി. വാ നടക്ക്. എടാ, ചെക്കപ്പിന് പിന്നെ പോവാം. അച്ഛന് ശമ്പളം കിട്ടിയിട്ടില്ല. അതെ, രാധിക വിളിച്ചിരുന്നു. പഞ്ചായത്ത് പണിയുണ്ട് അത്ര. ഞാനതിന് പോയിട്ട് വരാം. അപ്പൊ ഞാനെന്ത് ചെയ്യാനാ? നീ ഇപ്പൊ എന്ത് ചെയ്യാനാ? എപ്പോഴും ചെയ്യുന്ന പോലെ ബുക്കിൽ കുത്തിക്കുറിച്ചിരുന്നോ? അമ്മ ലെറ്റർ വല്ലതും വന്നോ? അമ്മേ, അമ്മേ.
ആരുമില്ലേ? ആരാണ്? ഒരു ലെറ്റർ ഉണ്ടല്ലോ.